എം ടി ഓർമ്മയാകുമ്പോൾ എം ടി എന്ന സാഹിത്യകാരനെ എഴുത്തുകാരനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എം ടി എന്ന കഥ പറച്ചിലുകാരനെ വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. എം ടി പറഞ്ഞൊരു കഥയുണ്ട്, ബഷീറുമായിട്ടുള്ള ഒരു അനുഭവം. ബഷീറിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കാണാൻ പോയി. ബഷീറിന് വളരെ അസുഖം ബാധിച്ച സമയമാണ്. അദ്ദേഹത്തിൻ്റെ മാനസിക നിലയൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ബഷീറിനെ കാണാൻ വേണ്ടി ബേപ്പൂരിലെത്തിയപ്പോൾ എം ടി കാണുന്ന കാഴ്ച, അദ്ദേഹം ഒരു കത്തി പിടിച്ചിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ എം ടി വന്നിട്ട് കാറിൽ വന്നിറങ്ങിയിട്ട് മൂപ്പരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ബഷീറിൻ്റെ കയ്യിൽ മൂർച്ചയുള്ള കത്തിയുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, എം ടി സാർ നിങ്ങൾ പോകണ്ട, അദ്ദേഹത്തിന് മാനസിക നില ഓക്കെ അല്ല, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട, അദ്ദേഹം കത്തി പിടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അദ്ദേഹം കുത്തിയേക്കാൻ സാധ്യതയുണ്ട്, കാരണം മാനസിക നില ഓക്കെ അല്ലല്ലോ. അപ്പോൾ എം ടി പറയുന്നുണ്ട്, ഇല്ല, എന്നെ അദ്ദേഹം കുത്തൂല. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ എം ടി ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല, അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ഓർമ്മ നില ഓക്കെ അല്ല, നിങ്ങൾ പോകണ്ട, അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇത് എം ടി ആണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എം ടി പറഞ്ഞു, ശരിയാണ്, അദ്ദേഹത്തിന് ഞാൻ എം ടി ആണെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം ഇപ്പോൾ കത്തി കൊണ്ട് കുത്താൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതോ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം കുത്താൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്നെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രമായിട്ട് തോന്നാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന കഥയുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എം ടി എന്ന കഥാകാരന് അല്ലെങ്കിൽ സാഹിത്യകാരനെ അറിയാം ബഷീർ എന്ന സാഹിത്യകാരനെ, കഥാകാരന്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മാനസിക നില ഓക്കെ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേറെ ഏതോ കഥാപാത്രമാണ് അദ്ദേഹം സങ്കല്പിച്ച് അദ്ദേഹം കത്തിയെടുത്തിട്ട് ആ കഥാപാത്രത്തെ കുത്താനാണ് പോകുന്നത് എന്ന് എം ടി മനസ്സിലാക്കിയത് ഇദ്ദേഹം ഒരു സാഹിത്യകാരനായതുകൊണ്ടാവാം. എം ടി വളരെ മിതഭാഷിയാണ്, വളരെ മൗനിയാണ്, വളരെയധികം സംസാരിക്കാത്ത ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥ എനിക്ക് എം ടി യാത്രയാകുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു കഥയായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര രസമുള്ളൊരു കഥയായിട്ട് തോന്നിയിട്ടുണ്ട്. ബഷീറിൻ്റെ വളരെ നല്ല അനുഭവമായിട്ടും തോന്നിയിട്ടുണ്ട്.